അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലുള്ള സ്വർണ്ണക്കവർച്ചയിലുള്ള ജനം ടി വിയുടെ അന്വേഷണ പരമ്പര തുടരുകയാണ്. അതെ, വിറ്റുവോ വിശ്വാസം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ പ്രതിനിധി മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ശബരിമലയിൽ 2012 ദേവപ്രശ്നം നടത്തിയതും അനധികൃതമായെന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്താൻ ദേവസ്വം ബോർഡിന്റെയോ കമ്മീഷണറുടെയോ ഉത്തരവ് വേണമെന്നിരിക്കെയാണ് അനധികൃത ഇടപെടൽ. ദേവപ്രശ്നത്തിന് പിന്നിൽ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജനുമെന്നാണ് ഏറ്റവും പുതിയ വിവരം. ഇരുവർക്കുമെതിരെ അന്വേഷണം നടത്തി നടപടി ശുപാർശ ചെയ്ത വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചിട്ടുണ്ട്. അനിൽ നമ്പ്യാർ, നമ്മുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പനുണ്ട്, വിവരങ്ങൾ ചോദിക്കാമല്ലേ? മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. ഓരോ ദിവസം കഴിയുന്തോറും ശബരിമലയിൽ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരുന്നു. എന്തായാലും 2012 ഈ ദേവപ്രശ്നം നടത്തിയത് അനധികൃതമായെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ വിജിലൻസ് റിപ്പോർട്ടിൽ, ജനം ടി വിക്ക് ലഭിച്ച വിജിലൻസ് റിപ്പോർട്ടിൽ എന്തൊക്കെ സുപ്രധാന കാര്യങ്ങളാണ് മിഥുൻ പറയുന്നത്? മിഥുൻ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഒരു സുപ്രധാനപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടാണ് ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത്. 2012 മുതൽ അവിടെ ആചാര ലംഘനം നടക്കുന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിടുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർക്കും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും കൃത്യമായ പങ്കുണ്ടെന്നുള്ള വിവരം പുറത്തുവരുന്നു. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിഥുൻ? ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് ഈ ദേവപ്രശ്നം മറയാക്കിയെന്നതടക്കമുള്ള സുപ്രധാന ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അനിൽ നമ്പ്യാർ, 2012 ഈ സുപ്രധാനമായുള്ള സംഭവം നടക്കുന്നത്. ഒറ്റരാശി താമ്പൂല പ്രശ്നം നടത്താൻ ദേവസ്വം ബോർഡിന്റെയോ കമ്മീഷണറുടെയോ ഉത്തരവ് വേണമെന്നിരിക്കെയാണ് ഈ അനധികൃത ഇടപെടൽ. ദേവപ്രശ്നം എന്തിനത് ചെയ്തു എന്നുള്ള ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ് അവശേഷിക്കുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ, അതുപോലെ ഈ ദേവസ്വം കമ്മീഷണറുടെ അനുമതിയില്ലാതെ അവരെയൊക്കെ ഇരുട്ട് നിർത്തിക്കൊണ്ട് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണെന്ന് തോന്നുന്നു അല്ലേ, എന്തിന് താമ്പൂല ദേവപ്രശ്നം നടത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മിഥുൻ റെഡിയാണെന്ന് തോന്നുന്നു. മിഥുൻ, ആ വിജിലൻസ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, വിശദാംശങ്ങൾ? മിഥുൻ, പറയാം. ഹലോ മിഥുൻ, കേൾക്കാമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ജനം ടി വിക്ക് ലഭിച്ചിരിക്കുന്നത്. 2012 മുതൽ ശബരിമലയിൽ ആചാര ലംഘനം പലതും മറയാക്കി, പലതും ഒളിച്ചു കളിക്കുന്ന ഒരു പ്രവണത നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. ഈ റിപ്പോർട്ടിന്റെ അനിൽ നമ്പ്യാർ, നമുക്ക് ഈ വാർത്തയിലേക്ക് വളരെ വിശദമായി തന്നെ കടക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പനോട് തന്നെ ഇതിന്റെ വിവരങ്ങൾ നമുക്ക് ചോദിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്തു. ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പോറ്റി നിരവധി തവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് ജയറാമിന്റെ മൊഴി. ദ്വാരപാലക ശില്പങ്ങൾ പോറ്റി കൊണ്ടുവന്ന് വീട്ടിൽ പൂജിച്ചു. പോറ്റിയുടെ സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ല എന്നാണ് മൊഴി. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഈ ഘട്ടത്തിൽ ഈ താരത്തിന്റെ മൊഴി വിശ്വസനീയമാണോ? പ്രത്യേകിച്ച് ഒരു കീഴ്ശാന്തിക്ക് മലയാളത്തിലെ പ്രമുഖ താരമായ ജയറാമിന്റെ വീട്ടിൽ നേരത്തെ തന്നെ ജയറാമിനെ ഈ കേസിൽ ചോദ്യം ചെയ്തതാണ്. ചോദ്യം ചെയ്തെന്ന് പറയാൻ പറ്റില്ല, മൊഴിയെടുത്തതാണ്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്നാണ് പറഞ്ഞത്. പക്ഷേ പല സംശയങ്ങളും അവശേഷിക്കുന്നുണ്ട്. അന്ന് തന്നെ ഞങ്ങളടക്കം പറഞ്ഞതാണ്, ജനം ടി വി അടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. കാരണം എന്തുകൊണ്ട് ജയറാം അദ്ദേഹത്തിന്റെ ചെന്നൈയിലുള്ള വസതിയിലാണ് ഇത് പൂജ നടത്തിയത് അല്ലേ? മാത്രമല്ല ഈ പബ്ലിക്കായിട്ട് ഇത് കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ രഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ജയറാം സഞ്ചരിച്ചു. അപ്പോൾ ഇപ്പോൾ പുറത്തുവിടുന്ന ഒരു തവണയല്ല, ഒരുപാട് തവണ ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു എന്നുള്ള സുപ്രധാനമായ വിവരം കൂടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് അതുവഴി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രജിത്തിൽ നിന്ന് അറിയാം. പ്രജിത്ത് മോഹനൻ. അനിൽ, ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട ഈ സ്വർണ്ണക്കവർച്ചയുടെ വ്യാപ്തി വ്യക്തമാകുന്നതിന് മുൻപ് തന്നെ ഈ സ്വർണ്ണപ്പാളികൾ പലയിടങ്ങളിലെത്തി പോറ്റി അത്
പ്രമുഖരുടെ വീടുകളിലടക്കം വെച്ച് പൂജിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ തന്നെ ജയറാമിൻ്റെ വീട്ടിൽ വെച്ച ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളുടെയും അല്ലെങ്കിൽ കട്ടിളപ്പാളികളുടെയും ഒക്കെ പൂജ നടന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. പ്രത്യേകിച്ച് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഫാക്ടറിയിൽ, അമ്പത്തൂരിലെ ഫാക്ടറിയിൽ വെച്ച് ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് നടക്കുന്ന ആദ്യ പൂജയിൽ ജയറാം പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഇത് നേരെ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും അവിടെ വെച്ചും പൂജ നടക്കുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. പ്രാദേശികമായിട്ടുള്ള മാധ്യമങ്ങളിൽ വരെ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരെ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് ജയറാമിൻ്റെ ഒരു വിശദീകരണം വന്നിരുന്നത് ഇത്തരത്തിൽ പോറ്റിയെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ പോറ്റി വിളിച്ചിട്ടാണ് ഈ ഫാക്ടറിയിൽ പോകുന്നത് എന്നുള്ളതും പിന്നീട് തൻ്റെ ഒരു ആഗ്രഹപ്രകാരം, ഭക്തൻ എന്ന നിലയിൽ തൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഇത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് കുറച്ചു നേരം അവിടെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ജയറാം എന്ന് നൽകിയിരുന്ന മൊഴി. ഇതിന് പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതും വിട്ടയക്കുന്നത്. എന്നാൽ പിന്നീട് വീണ്ടും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ജയറാമിനെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാകുന്ന ഒരു കാര്യം. ഒരു നിർണായക നീക്കമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാം. പ്രത്യേകിച്ച് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ട് പല രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നുള്ളത് ആദ്യഘട്ടം മുതലുള്ള കണ്ടെത്തലുകളാണ്. ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലുണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും മറ്റ് പലയിടങ്ങളിലേക്ക് ഈ പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് ജയറാമിൻ്റെ സാന്നിധ്യം ഒപ്പം ഉണ്ടായിരുന്നതും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ ജയറാമിൻ്റെ മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ, വീണ്ടും ജയറാമിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളത് അല്ലെങ്കിൽ ഇവിടെ അറിയേണ്ടത് ജയറാം നിഷ്കളങ്കനാണോ എന്നുള്ളതാണ്. കാരണം വെറും ഭക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും സാമ്പത്തിക താല്പര്യങ്ങൾ മുൻനിർത്തിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചങ്ങാത്തം ഉണ്ടാക്കിയത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിലും ഈ ചോദ്യങ്ങളായിരിക്കില്ലേ ഉള്ളത്. കാരണം സാമ്പത്തിക നേട്ടം ഇതുവഴി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയ ലാഭത്തിൻ്റെ ഒരു വിഹിതം അത് ജയറാം പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അത് തെളിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SITക്ക് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജയറാമും സ്വാഭാവികമായും ഈ കേസിൽ പ്രതിയാകില്ലേ? അത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ വ്യക്തതയില്ല അനിൽ. കാരണം ഇതിൽ ഏതെങ്കിലും രീതിയിൽ ജയറാം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള മൊഴികൾ പുറത്തു വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത് വീണ്ടും ജയറാമിൻ്റെ മൊഴി രേഖപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു, അല്ലെങ്കിൽ അന്വേഷണ സംഘം ജയറാമിനെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം. അതിൽ ഈ പോറ്റിയുമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘം ചോദിച്ചിട്ടുമുണ്ട്. അത്തരം സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തനിക്ക് അറിയില്ല. പോറ്റിയുമായി നേരത്തെ തന്നെ പരിചയമുണ്ട്. അത് ശബരിമലയിൽ വെച്ചടക്കമുള്ള പരിചയമാണ്. അതിനുശേഷം പോറ്റി നിരവധി തവണ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ജയറാം പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു മൊഴിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത് മാത്രമാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒരു സാമ്പത്തിക ലാഭം ജയറാം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന രീതിയിലുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം സ്വാഭാവികമായും കടക്കേണ്ടി വരും. പ്രത്യേകിച്ച് പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള മൊഴികൾ, അല്ലെങ്കിൽ പോറ്റിയുമായിട്ടുള്ള ബന്ധമുള്ള ആളുകളുമായിട്ടൊക്കെ ഈ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയുമായി ഏതെങ്കിലും രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ ജയറാമിൻ്റെ കാര്യത്തിലും അത്തരം പരിശോധനകൾ നടക്കും. ആ പരിശോധനയിൽ ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയുമായി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടായാൽ അന്വേഷണത്തിൻ്റെ രീതിയും അന്വേഷണത്തിൻ്റെ ചോദ്യങ്ങളും ഒക്കെ മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് പോറ്റിയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ള ചോദ്യം വരും. അതും ഈ സ്വർണ്ണപ്പാളി കവർച്ച നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാലയളവിൽ ആ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യവും പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ജയറാമിൻ്റെ മുന്നിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നിലവിൽ മനസ്സിലാക്കുന്നത് പ്രാഥമിക, അല്ലെങ്കിൽ ജയറാം നൽകിയിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അത് നേരത്തെ തന്നെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷേ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ഈ പറയുന്ന പാളികൾ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയിട്ടുണ്ട്. അത് പൂജ നടക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു യഥാർത്ഥ അയ്യപ്പ ഭക്തനാണ് ജയറാം എങ്കിൽ ആദ്യം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദിക്കേണ്ടത് എങ്ങനെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി നിങ്ങൾക്ക് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുവരാൻ സാധിച്ചു, പുറത്തെങ്ങനെ അത് പൂജിക്കാനാവും തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ജയറാം ഈ വിഷയത്തിൽ എത്രത്തോളം നിഷ്കളങ്കനാണ് എന്നുള്ളത്. മാത്രമല്ല ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ എത്രയെത്ര
നടന്മാർ അതെ എത്തുന്നുണ്ട്. തീർച്ചയായും. എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ നിന്നും ഒരു ബന്ധം തുടങ്ങുന്നത്? അത് സ്വന്തം വസതിയിൽ വരെ ഒരുപാട് തവണ പോറ്റിക്കെത്താനുള്ളൊരു ലൈസൻസായി മാറുന്നത് എങ്ങനെയാണെന്നുള്ള സുപ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, പോറ്റി ഒരുപക്ഷെ ഈ സ്വർണ്ണ കവർച്ചയിലെ മുഖ്യ പങ്കാളിയാണ്. ഒരുപക്ഷെ ഈ പ്രമുഖരുമായി പോറ്റി അടുത്ത ചങ്ങാത്തം ഇനി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണോ ഒരു മറയാക്കാനെന്നുള്ളൊരു സംശയം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് അനിൽ നമ്പ്യാർ. തീർച്ചയായും. അല്ല, അതാണല്ലോ ഈ ഒരു സിംഗർ കൂടെ ഉണ്ടല്ലോ, തമിഴിലുള്ള ഒരു സിംഗർ കൂടെ, അയ്യപ്പ, ഞാൻ ആ പേര് ഓർക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു സംശയം കൂടി അദ്ദേഹവും കണക്റ്റഡ് ആയത് ജയറാം വഴിയാണ്. അപ്പോൾ ജയറാം വഴി തമിഴ് സിനിമാ മേഖലയിലുള്ള പലരുമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് തവണ എങ്ങനെയാണ് മലയാളത്തിലെ ഒരു പ്രമുഖ താരത്തിന്റെ വീട്ടിൽ ശബരിമലയിൽ നിന്നും വീരമണി കൃത്യസമയത്ത് ഓർമ്മിപ്പിച്ചു. അതെ അതെ, കൃഷ്ണപ്രിയാണെന്ന് തോന്നുന്നു. അതെ അതെ, വീരമണിയും ആയിട്ട് കണക്ഷൻ ഉണ്ട്. മാത്രമല്ല മറ്റ് പല നടന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കി കൊടുത്തത് ജയറാമാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ജയറാമിനോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ജയറാമിന് നല്ല ഇഷ്ടമാണ്, അത് നല്ലൊരു നടനാണ്, ഭക്തനാണെന്ന് കൂടിയാണ് ഞാൻ. പക്ഷേ അല്ല, നല്ലൊരു ഭക്തനല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നല്ലൊരു ഭക്തനാണെങ്കിൽ എന്തായാലും ഉണ്ണികൃഷ്ണൻ പൊറ്റിയോട് ചോദിക്കും, എങ്ങനെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. താരത്തിനെ എന്ത് പറഞ്ഞാണ് കൺവിൻസ് ചെയ്തത് എന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും പക്ഷെ ഒരുപാട് തവണ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പണം അവിടെയാണ് സാമ്പത്തിക താല്പര്യം എന്ന് ആവർത്തിച്ച് പറയുന്നത്. ഒന്നുമില്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ നിരന്തരം ഇത് ഈ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ജയറാം അറിഞ്ഞുകൊണ്ടൊരിക്കില്ലായിരുന്നു. അപ്പം അവിടെ പണം ഒരു പ്രധാന ഘടകമായിട്ട് മാറി ഞാൻ കരുതുന്നു. ഇനി അറിയില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനി എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് അറിയില്ല. പക്ഷേ എങ്കിലും എന്തോ ഉണ്ട്, അന്തർലീനമായി എന്തൊക്കെയോ ഉണ്ട്. അന്തർലീനമായി എന്തൊക്കെയോ ഉണ്ടാകും. പക്ഷേ അതൊരു സാമ്പത്തിക താല്പര്യമാണെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അന്വേഷണം നടക്കുകയാണ്. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ചെന്നൈ. നമുക്ക് നോക്കാം, എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ. മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നതിലൊക്കെ വരും മണിക്കൂറുകൾ നമുക്ക് പ്രജിത്തിനെ തൽക്കാലം വിടാമെന്ന് തോന്നുന്നു അല്ലേ? കേസ് എന്തായാലും മൊഴിയുടെ വിശദാംശങ്ങളൊക്കെയാണ് പുറത്തുവരുന്നത്. ഒപ്പം ഈ ജയറാമിനെ കേസിൽ സാക്ഷിയാക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ ചില സ്ഥിരീകരിക്കാനാകാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ജയറാം പറയുന്നത് തനിക്ക് ഈ ഇടപാടുകൾ സംശയമാണ്. കാരണം ഈ പ്രമുഖരുണ്ടല്ലോ, ഈ കേസിൽ ഉൾപ്പെട്ട പ്രമുഖ, ഇപ്പോൾ കേരളത്തിലെ പ്രമുഖർ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ഇതുപോലെ 2 തവണ ചോദ്യം ചെയ്തു. രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ, മാധ്യമങ്ങളെ അറിയിക്കാതെയായിരുന്നു ചോദ്യം ചെയ്യൽ. അതുപോലെ പ്രശാന്തിനെ ചോദ്യം ചെയ്തു, 2 തവണ ചോദ്യം ചെയ്തു. അപ്പോൾ ഈ പ്രമുഖരിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ പ്രമുഖർ കേസിൽ പ്രതികളാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഗുരുതര വീഴ്ചയാണ്. ഇനിയും കോടതിയുടെ പരാമർശമുണ്ടായി. കോടതി പലതവണ വടിയെടുത്തു, എന്നിട്ടും SIT പഠിക്കുന്നത് കോടതി തന്നെയാണ് പറഞ്ഞത്. അതായത് നോക്കൂ, ഈ നമ്മുടെ മുൻ അംഗം ശങ്കരദാസ് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പിന്നെ ആശുപത്രി കിടന്നത്. അദ്ദേഹം കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനി എഴുന്നേക്കില്ല എന്ന് നമുക്കൊക്കെ തോന്നിപ്പോവും. പക്ഷേ അദ്ദേഹത്തെ ഇന്നലെ കോടതിയിൽ ഹാജരാക്കി. അതെ, അവിടെ ഒരു പ്ലാൻ ബി SIT നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൂടിയുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അപ്പോൾ ഈ SITയുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പാണോ എന്ന് അറിയാതെ ചോദിച്ചു പോവുകയാണ്. കാരണം SIT കണ്ടെത്താനാകാത്ത പല തെളിവുകളും ED വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ, അതായത് പിണറായി സർക്കാർ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിയോഗിച്ച പേരുകൾ, ആ ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണത്തിൽ ഇതുവരെയും ഒരു കൃത്യമായ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. ഇപ്പം മുരാരി ബാബുവിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ED നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരേ കേസിൽ അങ്ങനെ EDക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അത് ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവിടെയുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റി ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യത്തിന് അർഹനാകുന്നു. പത്മകുമാർ ഇറങ്ങും. ഇപ്പം ഇവരെല്ലാം, ഈ പ്രതികളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കും. അതെ, ഒരുപക്ഷെ അത് തന്നെയായിരിക്കണം ലക്ഷ്യം. അതെ, അപ്പോൾ അത് സർക്കാർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രാഥമികമായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാം. അതിന് SITക്ക് അതിനായിട്ടുള്ള തെളിവുകളൊക്കെ ഉണ്ട്. ഇപ്പം ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനാ ഫലങ്ങളൊന്നും ലഭിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളിത്തം എന്താണ്, പത്മകുമാറിൻ്റെ പങ്കാളിത്തം എന്താണ്, അതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് SITയുടെ പക്കൽ. അത് വെച്ച് പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാമെന്നിരിക്കെ ആ ഒരു മൂവ്മെന്റ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കവർച്ച വന്ന സമയത്ത് തന്നെ ED അന്വേഷണം വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ പിണറായി വിജയൻ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി, ആദ്യം മുതൽ തന്നെ ED അന്വേഷണം കേരളത്തിൽ വേണ്ട എന്ന നിലപാട് ഒറ്റക്കാലിൽ എടുത്തു എന്ന് തന്നെ പറയാം. തീർച്ചയായും
അവിടെയും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഈ ഉന്നതരൊക്കെ കുടുങ്ങും എന്ന് സർക്കാരിന് അറിയാം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അറിയാം. മാത്രമല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഇത് കോടതി തന്നെ തുടക്കത്തിൽ പറഞ്ഞതാണ്, അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇനി ഇന്റർപോൾ വരേണ്ടി വരുമെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ NIA, ഇന്റർപോൾ ഇവരുടെ എല്ലാം സാന്നിധ്യം ഒരുപക്ഷെ ഈ കേസിൽ അനിവാര്യമായിട്ട് വരും. അതുകൊണ്ട് ഒരു ചെങ്ങല പോലെയാണ് പോകുന്നത് ഓരോ പ്രമുഖരും. അതായത് ഒരു ചെങ്ങല, അതായത് ഈ കേസിന്റെ അന്വേഷണം എങ്ങും എത്തുന്നില്ല. ഓരോ ദിവസം ഓരോ പേരുകൾ, ഒരു ചെങ്ങല പോലെയാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ താരം ജയറാം. ഇനി ജയറാമിൽ നിന്ന് അടുത്തത് ആരാ? പ്രധാന ചോദ്യം കൂടി കാത്തിരുന്ന് കാണാം.